ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താണ് എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഒരു പക്ഷേ അത്രയധികം സന്തോഷമായിരിക്കാം, ചില ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള വലിയൊരു ഭാരം നിങ്ങൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഉറക്കമില്ലാത്ത രാത്രികൾ ഇനിയില്ല, കഷ്ടപ്പെട്ട് പഠിക്കേണ്ട രാത്രികൾ ഇനിയിപ്പോൾ അടുത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി മുന്നിലുണ്ട്. പല ടീച്ചേഴ്സും അല്ലെങ്കിൽ പല ആളുകളും നിങ്ങളോട് പറയാറുണ്ട്, SSLC എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതെ, ആ ടേണിംഗ് പോയിന്റ് നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി എങ്ങോട്ട് തിരിയണം എന്നുള്ളത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് തീരുമാനിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ ഒരു ദിവസമുണ്ട്. ഈ ദിവസം നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, സൈലം നിങ്ങൾ എത്രത്തോളം ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം സഹായിച്ചു എന്ന് നിങ്ങളൊരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസം നിങ്ങൾ മാക്സിമം റിലാക്സ് ആയിക്കൊണ്ട് തന്നെ വേണം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങളുടെ കഴിഞ്ഞ എക്സാമുകളെ പറ്റി ഒന്നിനെ പറ്റി നിങ്ങൾ എന്നെ ആലോചിക്കേണ്ട. നിങ്ങൾ പക്ക ഫ്രീ ആയിക്കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇടവേള കളിക്കാൻ പോകേണ്ട ആളുകൾ കളിക്കാൻ പോയിക്കോ, ഗെയിം കളിക്കേണ്ട ആളുകൾ ഗെയിം കളിച്ചോ, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആവരുത്. ഈ ഒരു വെക്കേഷൻ ഒരു പക്ഷേ പല ആളുകളെയും വഴി തെറ്റിക്കാറുണ്ട്. പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ വരാറുണ്ട്, അങ്ങാടിയിലേക്ക് ഇറങ്ങാറുണ്ട്. അങ്ങാടിയിലേക്ക് ഇറങ്ങി പുതിയ പുതിയ കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ പറയേണ്ടത്, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കണം. പഠനത്തിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കോൺസെൻട്രേഷൻ വേണം. പല കുട്ടികളും കാണാറുണ്ട്, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, +1 എത്തിയ സമയത്ത് ഒരു A+ പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. സോ പ്രിയപ്പെട്ട മക്കളെ, ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതിനേക്കാൾ ഒരു ശക്തി കൂടി കൂട്ടിയിട്ടായിരിക്കണം ഇനി +1ലേക്ക് നിങ്ങൾ പഠിക്കേണ്ടത്. എന്ന് കരുതി ഇന്നും നാളെ നിങ്ങൾ പഠിക്കണം എന്നൊന്നുമല്ല പറഞ്ഞത്. ഒന്നും പഠിക്കുകയും വേണ്ട. നിങ്ങൾ ഏത് രീതിയിലാണ് ഈ വെക്കേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും. സോ ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളോട് ഒന്നുകൂടി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി SSLCൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വീഡിയോ ആയിട്ട് വരില്ല. എന്നും നിങ്ങളോട് ഇഷ്ടം മാത്രമാണുള്ളത്. നിങ്ങൾ എന്നും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശംസിച്ചുകൊണ്ട്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലം ലേണിംഗ്.